റോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഇൻ ബ്രിട്ടൻ. അതും ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നു. ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററുടെ റോൾ എന്താണെന്ന്. So the Prime Minister occupies a very significant position in the British political system. ബ്രിട്ടനിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ആര് വഹിക്കുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വഹിക്കുന്നുണ്ട്. The office of the Prime Minister is one of the highest office in the world. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പദവിയാണ് ഇത് പ്രൈം മിനിസ്റ്ററുടെ. ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, ലണ്ടനിലെ ഡൗണിംഗ് സ്ട്രീറ്റ് നമ്പർ 10 അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. So it is the responsibility of the Prime Minister to run the administration and control bureaucracy. ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുക, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ആരുടെ ഉത്തരവാദിത്തം? പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം. ദ ഫസ്റ്റ് പേഴ്സൺ അപ്പോയിൻറ്റ് ടു ദി സ്റ്റാറ്റസ് ഓഫ് പ്രൈം മിനിസ്റ്റർ വാസ് റോബർട്ട് വാൾപോൾ. ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന റോബർട്ട് വാൾപോൾ ആയിരുന്നു. ആൻഡ് ദ പൊസിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ വാസ് എന്നാന്നില്ല ബ്രിട്ടനിൽ അതെന്നാന്ന് പറയുന്നില്ല. ബ്രിട്ടനിൽ പാർലമെൻ്ററി സിസ്റ്റം വരുന്നത് 1500 ആ ഒരു കാലഘട്ടമാണ്. 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടാണ്. അതായത് പിന്നെ മാഗ്ന കാർട്ടയ്ക്കൊക്കെ ശേഷമൊക്കെ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ദ പൊസിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ വാസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഭരണഘടനയിൽ ആരുടെ സ്ഥാനത്തെക്കുറിച്ച്, പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ദ മിനിസ്റ്റേഴ്സ് ക്രൗൺ ആക്ട് ഓഫ് 1937 which provided legal status and salary allowances to the Prime Minister. 1937 മിനിസ്റ്റേഴ്സ് ക്രൗൺ ആക്ട് അനുസരിച്ചാണ് പ്രധാനമന്ത്രിയുടെ സ്റ്റാറ്റസും സാലറിയും മറ്റ് അലവൻസുകളൊക്കെ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ടേം ഓഫ് ഓഫീസ് ഇസ് നോർമലി 5 years. 5 വർഷമാണ് കാലാവധി. ഇനി ദ മൊണാർക്ക് അപ്പോയിൻറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. മൊണാർക്ക് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് ആരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു. മൊണാർക്ക് എന്ന് പറയുന്നത് പ്രസിഡന്റ്, മൊണാർക്ക് എന്ന് പറയുന്നത് കിങ് ഓർ ക്രൗൺ. സോ ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ എക്സെപ്റ്റ് ദ മെജോറിറ്റി സപ്പോർട്ട് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രി ആകണമെങ്കിൽ എന്താ? പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാർലമെൻറ്റിലെ നേതാവായിരിക്കണം എന്ന ഒരു യോഗ്യതയല്ലാതെ മറ്റൊരു പ്രത്യേക യോഗ്യതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രധാനമന്ത്രിക്ക് പറയുന്നില്ല. The leadership of the legislative and executive branches and party in power establishes unrevealed position of the Prime Minister. പക്ഷേ പ്രൈം മിനിസ്റ്ററുടെ ഈ അൺറിവീൽഡ് ആയിട്ടുള്ള, വെളിവാക്കാൻ കഴിയാത്ത ഈ ഒരു സ്ഥാനം പ്രധാനമന്ത്രിക്ക് കിട്ടുന്നത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസിൻ്റെ ലീഡർ എന്ന നിലയിലും അതുപോലെ തന്നെ അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും. ഇപ്പോൾ പാർട്ടി ആകുമ്പോഴത്തേനും എന്താ, ലെജിസ്ലേഷൻ്റെ ലീഡർ ആവും അല്ലേ. പിന്നെ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ ഒരു അൺറിവീൽഡ് പൊസിഷനാണ് ആർക്കുള്ളത്? പ്രൈം മിനിസ്റ്റർക്കുള്ളത്. സോ ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓർ പ്രൈം മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെൻറ്. അതുകൊണ്ട് അൺറിവീൽഡ് പൊസിഷൻ, അതായത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് വിങ്ങിൻ്റെ ലീഡറും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവും പ്രധാനമന്ത്രി ആകുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ ഒരു ഏകാധിപത്യം ഇവിടെ കാണാം, ബ്രിട്ടനിൽ കാണാനായിട്ട് കഴിയും. അൺറിവീൽഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു കാര്യവും ഇതിനെക്കുറിച്ച് പറയുന്നില്ല, പ്രധാനമന്ത്രിയുടെ പൊസിഷനെ കുറിച്ച് പറയുന്നില്ല. അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുന്നു, 1937 പാസ്സാക്കിയ ആ മിനിസ്റ്റേഴ്സ് ക്രൗൺ ആക്ട് അനുസരിച്ചാണ് എന്താ, പ്രധാനമന്ത്രിയുടെ ഒരിക്കലും ഒരു വെളിവാക്കാൻ കഴിയാത്ത പൊസിഷനാണ് ആർക്കുള്ളത്, പ്രൈം മിനിസ്റ്റർക്കുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെയും ചുമതലകളെക്കുറിച്ചെല്ലാം. അതുമാത്രമല്ല, ബ്രിട്ടനിൽ നിലനിൽക്കുന്ന ഭരണഘടന എന്ന് പറയുന്നത് എന്താ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ടൊരു അൺറിവീൽഡ് പൊസിഷൻ ആർക്കുണ്ട്, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിക്കുള്ളത്. ഇനി നമുക്ക് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ റിയൽ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ എക്സിക്യൂട്ടീവും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റുമാണ് ആര്, പ്രധാനമന്ത്രി. അക്കോർഡിംഗ് ടു മോർലി, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ പ്രൈമസ് ഇന്റർ പാരസ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ക്യാബിനറ്റ് ആർക്ക്.
ഇപ്പം മിൻറ്റോ മോർലി റിഫോംസ് നമ്മൾ നേരത്തെ പറഞ്ഞ 1909 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമമാണ് ഏതാ മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രമുഖന്മാരാണ് ലോർഡ് മോർലിയും ലോർഡ് മിൻറ്റോയും. ഇവർ രണ്ടര കോൺട്രിബ്യൂഷനാണ് ഏതാ 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മോർലിയുടെ അഭിപ്രായത്തിൽ പ്രൈം മിനിസ്റ്റർ ഈസ് ദ പ്രൈമസ് ഇൻ്റർ പാരസ്. പ്രൈമസ് ഇൻ്റർ പാരസ് മീൻസ് ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ്. തുല്യന്മാരിൽ ഒന്നാമനാണ് ആര് പ്രധാനമന്ത്രി. ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ക്യാബിനറ്റ് ആർക്ക്. ക്യാബിനറ്റ് എന്ന് പറയുന്ന ആർക്കിൻ്റെ അല്ലെങ്കിൽ ആർക്കെന്ന് നമ്മൾ പറയും. ആ ഒരു കമാനത്തിൻ്റെ ആണിക്കല്ലാണ്, മൂലക്കല്ലാണ് ആരെന്ന് പറയാം പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. The Prime Minister select his ministers from the Parliament and decide their portfolios. ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തൻ്റെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അവരുടെ വകുപ്പുകളും കൊടുക്കുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ്. The Prime Minister decides and presides over the meetings of Cabinet. ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങുകൾ തീരുമാനിക്കുന്നതും അതിനെ പ്രിസൈഡ് ചെയ്യുന്നതും അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്യുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ്. He can shuffle or reshuffle either the ministers or the portfolios and can ask resignation to any minister at any time. ഇപ്പോൾ എന്താണ്, മന്ത്രിമാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പുകളെയോ ഷഫിൾ ചെയ്യാനും റീഷഫിൾ ചെയ്യാനും പുനഃക്രമീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട്. അതുമാത്രമല്ല ഹി ക്യാൻ ആസ്ക് ദ റെസിഗ്നേഷൻ ഓഫ് എനി മിനിസ്റ്റർ അറ്റ് എനി ടൈം. ഏതൊരു സമയത്തും ഏതൊരു മന്ത്രിയുടെയും രാജി ആർക്ക് ആവശ്യപ്പെടാം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ആവശ്യപ്പെടാം. Thus the Prime Minister is the pivot of British administrative system. അതുകൊണ്ട് നമുക്ക് പറയുന്നത് എന്താണ്, ബ്രിട്ടനിലെ ഭരണസമ്പ്രദായത്തിൻ്റെ പിവറ്റ് മീൻസ് കീ ആണ് ആരെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. ഇനി രണ്ടാമത്തത്, the Prime Minister is the channel of communication between the cabinet and the crown. അതായത് ബ്രിട്ടീഷ് ക്രൗണും ക്യാബിനറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട്, ആശയവിനിമയ ശൃംഖലയായിട്ട് ആര് പ്രവർത്തിക്കുന്നു, പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. It is the Prime Minister who communicates the discussions of the cabinet to the king and present the opinion of the king before the cabinet. ഇവിടെ പ്രധാനമന്ത്രി ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ രാജാവിനെ അറിയിക്കുകയും രാജാവിൻ്റെ അഭിപ്രായങ്ങൾ ക്യാബിനറ്റിന് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഈസ് ആക്ടിങ് ആസ് ദ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റും രാജാവും തമ്മിലുള്ള ചാനൽ ഓഫ് കമ്മ്യൂണിക്കേറ്റർ ആണ് ആര് പ്രധാനമന്ത്രി. കാരണം എന്താണ്, ദ പ്രൈം മിനിസ്റ്റർ ഹു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ദ ഡിസിഷൻസ് ഓഫ് ക്യാബിനറ്റ് ടു ദ കിങ്. ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ രാജാവിൻ്റെ മുമ്പാകെ ആശയവിനിമയം നടത്തുന്നു. ആൻഡ് ഹി ആൾസോ പ്രസൻറ്റ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ കിങ് ബിഫോർ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ രാജാവിൻ്റെ തീരുമാനങ്ങൾ ആരുടെ മുമ്പാകെ, ക്യാബിനറ്റിന് മുമ്പാകെ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്ന്, ദ പ്രൈം മിനിസ്റ്റർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സമ്മണിങ് പ്രൊറോഗിങ് ദ സെഷൻസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവിങ് ദ ഹൗസ് ഓഫ് കോമൺസ്. ഇപ്പോൾ എന്താണ്, ദ പ്രൈം മിനിസ്റ്റർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സമ്മണിങ് ആൻഡ് പ്രൊറോഗിങ് ദ സെഷൻസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സെഷൻസ് വിളിച്ചു കൂട്ടാനും താൽക്കാലികമായി നിർത്തിവെക്കാനുമുള്ള അധികാരം ആർക്കാണ്, പ്രധാനമന്ത്രിക്ക്. ആൻഡ് ഡിസോൾവിങ് ദ ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസിനെ എന്ത് ചെയ്യാം, പിരിച്ചുവിടാം. പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിരിച്ചുവിടാൻ രാജാവിന് പ്രധാനമന്ത്രിക്ക് അധികാരമില്ല. ഇനി ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ലീഡർ ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ നേതാവാണ് ആര്, പ്രധാനമന്ത്രി. ദ പ്രൈം മിനിസ്റ്റർ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ദ പാർലമെൻറ്റ് ആൻഡ് ടു മേക്ക് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്. പാർലമെൻറ്റിൻ്റെ മുമ്പാകെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആര് തയ്യാറാവണം, പ്രധാനമന്ത്രി തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവതരിപ്പിക്കാനുള്ള അധികാരം ആർക്കാണ്, പ്രൈം മിനിസ്റ്റർക്കാണ്. അടുത്ത മൂന്ന്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ആൻ ഒപ്പീനിയൻ മേക്കിംഗ് ഫാക്ടറി. അതായത് അഭിപ്രായ സ്വരൂപണ സമിതിയാണ് ആര്, പ്രധാനമന്ത്രി. ഹി ആൾവേസ് ക്രിയേറ്റ് ഫേവറബിൾ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ദി ഗവൺമെൻറ്.
ബൈ അഡോപ്റ്റിംഗ് ഫേവറബിൾ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എന്താ, അനുകൂലമായിട്ടുള്ള നയങ്ങളും പരിപാടികളും സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫേവറബിൾ ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയനുകൾ ആരുടെ മുമ്പാകെ, ഗവൺമെൻറ് മുമ്പാകെ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ദ പ്രൈം മിനിസ്റ്റർ ബീയിങ് ദ ലീഡർ ഓഫ് പാർട്ടി ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ഹി മേ കൺസിലേറ്റ് പാർട്ടി ഫങ്ഷൻസ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നു, പാർട്ടിയുടെ പരിപാടികൾ അദ്ദേഹം എന്ത് ചെയ്യണം, പങ്കെടുക്കണം. The foreign policy of Britain is formulated and implemented by the Prime Minister on behalf of the King. രാജാവിൻ്റെ പേരിൽ രാജ്യത്തിൽ ആവശ്യമായിട്ടുള്ള വിദേശ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. പക്ഷെ അത് ആരുടെ പേരിലേ പറ്റത്തുള്ളൂ, രാജാവിൻ്റെ പേരിൽ മാത്രമേ പറ്റൂ. ഇനി ഡിപ്ലോമാറ്റ്സ് ആർ അപ്പോയിൻറ്റഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം നയതന്ത്ര പ്രതിനിധികളെ എന്ത് ചെയ്യുന്നു, നിയമിക്കുന്നു. ഹി റിസീവ്സ് ആൾ ഓണേഴ്സ് ആൻഡ് അവാർഡ്സ് ഫോർ ദ നേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് ടു ദോസ് പേഴ്സൺസ് ഹു റെൻഡർ ഗ്രേറ്റർ സർവീസസ് ടു നേഷൻ. ഇപ്പോൾ രാജ്യത്തിന് കിട്ടുന്ന എല്ലാ ബഹുമതികളും എല്ലാ അവാർഡുകളും സ്വീകരിക്കുന്നവരാണ്, പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ദ ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് ഓഫ് ദോസ് പേഴ്സൺ ഹു റെൻഡർ ഗ്രേറ്റർ സർവീസസ് ടു നേഷൻ. രാഷ്ട്രത്തിന് വേണ്ടി മഹത്തരമായ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള അവാർഡുകളും ബഹുമതികളും വിതരണം ചെയ്യുന്നത് ആരാണ്, പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ രാജ്യത്തിന് കിട്ടുന്ന ബഹുമതികളെല്ലാം സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള ബഹുമതികളും അവാർഡുകളും നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് ഇംപീരിയൽ ഡിഫൻസ് കൗൺസിൽ. അവിടുത്തെ എന്താണ്, പ്രതിരോധ സംഘടനയ്ക്ക് പറയുന്ന പേരാണ് എന്താ, ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്നത്, ഇംപീരിയൽ ഡിഫൻസ് കൗൺസിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താ പല റോളുകളുണ്ടല്ലേ. അദ്ദേഹം എന്താ പിന്നെ അംബാസിഡേഴ്സും ഡെപ്യൂട്ടി കമ്മീഷണേഴ്സിനെയൊക്കെ നിയമിക്കുന്ന ആരാ, പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫുകളെ നിയമിക്കുന്ന ആരാണ്, പ്രധാനമന്ത്രിയാണ്. പക്ഷേ അത് പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസർ കൂട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ എന്താണ്, ഇംപീരിയൽ ഡിഫൻസ് കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് ആര് പ്രവർത്തിക്കുന്നു, പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ദെൻ ഹീ ഈസ് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ രാജ്യത്തിൻ്റെ സൈനികപരമായിട്ടുള്ള തയ്യാറാക്കലുകൾ അല്ലെങ്കിൽ ആ ഒരുക്കങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഉത്തരവാദി ആരാണ്, പ്രധാനമന്ത്രിയായിരിക്കും. ഇനി ദ പ്രൈം മിനിസ്റ്റർ കൺട്രോൾസ് നാഷണൽ ഫിനാൻസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം നിയന്ത്രിക്കുന്നതും ആര്, പ്രധാനമന്ത്രിയാണ്. ദ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ചാൻസലർ ഓഫ് എക്സ്ചക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ബ്രിട്ടനിലെ ഫിനാൻസ് മിനിസ്റ്റർ വിളിക്കുന്ന പേരാണ് എന്താ, ചാൻസലർ ഓഫ് എക്സ്ചക്കർ. അവിടുത്തെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഇദ്ദേഹമാണ്. So according to Feiner, the pre-eminence of the Prime Minister is shown in the chairmanship of the cabinet, leadership of the parliament, position as the chief channel of communication between crown and cabinet. അതായത് പ്രധാനമന്ത്രിയുടെ സ്ഥാനം എടുത്തു കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളെന്ന് പറയുന്ന ഏതാണ്, അദ്ദേഹം ക്യാബിനറ്റിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ, പാർലമെൻറ്റിൻ്റെ നേതാവ് എന്ന നിലയിൽ, രാജാവും ക്യാബിനറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ചീഫ് ചാനലായി പ്രവർത്തിക്കുന്ന എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഏറ്റവും മഹനീയമായ ഒരു സ്ഥാനം എവിടെ വഹിക്കുന്നു, ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ വഹിക്കുന്നു. സോ ഹീ ഈസ് ദ ലീഡർ ഓഫ് ദ പാർട്ടി ആൻഡ് ദ ഹയസ്റ്റ് എംബോഡിമെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ പവേഴ്സ്. ഇപ്പോൾ പാർട്ടിയുടെ നേതാവുമാണ്, എല്ലാവിധമായ രാഷ്ട്രീയ അധികാരങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ബ്രിട്ടനിലെ ഉന്നത രാഷ്ട്രീയ അധികാരിയുമാണ് ആരെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി എന്ന് പറയുന്നത്.